ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ത്യയെ തകർക്കാനുള്ള വ്യക്തമായ ഗൂഢാലോചനയാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോക പോലീസുകാരായ അമേരിക്കയ്ക്ക് അവരുടെ ശക്തി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് ഇതിന് പിന്നിലുള്ള കാരണം. അവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് റഷ്യയോ ചൈനയോ അല്ല, മറിച്ച് ഇന്ത്യയാണ്. ഈ ഒരു താരിഫ് യുദ്ധം ഇന്ത്യൻ എക്കണോമിയെ എങ്ങനെ ബാധിക്കുമെന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഭാവി എന്താകുമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ പേര് രാജേഷ്, ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. കൂടാതെ 15 വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. ഞാനൊരു ഫുൾ ടൈം ഇൻവെസ്റ്ററാണ്. ഈ ആഴ്ച ട്രംപ് മോദിയെ 4 തവണയാണ് വിളിച്ചത്. 4 തവണയും മോദി ഫോൺ എടുത്തിട്ടില്ല. ട്രംപിന് കൃത്യമായിട്ടറിയാം ഇന്ത്യയെ നശിപ്പിക്കാനൊന്നും പറ്റില്ല. ഇന്ത്യയുടെ ഗ്രോത്ത് കുറച്ച് വൈകിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ. അമേരിക്ക ഭയക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? അത് ഡോളറൈസേഷനാണ്. ഡോളറിൻ്റെ അപ്രമാദിത്യം ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ട്രംപിന് കുറച്ച് പേഴ്സണൽ റിവെഞ്ച് കൂടിയുണ്ട്, നോബൽ സമ്മാനമോ മറ്റുമൊക്കെ ആയിട്ട്. ഇന്ത്യ അത് അംഗീകരിക്കുന്നില്ല, ഇന്ത്യ അതൊട്ട് അംഗീകരിക്കാൻ പോകുന്നുമില്ല. അതിൻ്റെ കലിപ്പ് കൊണ്ടാണ് ഇത്രയധികം താരിഫ് അമേരിക്ക ഉയർത്തിയത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഡോളറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമേരിക്കയുടെ ആ ലോക പോലീസ് പദവി താഴേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഈ സ്ഥാനത്തേക്ക് വരാനുള്ള രാജ്യം ഏതാണെന്ന് പറയാൻ പറ്റുമോ? റഷ്യയാണോ, ചൈനയാണോ, ഇന്ത്യയാണോ? എൻ്റെ അഭിപ്രായത്തിൽ അത് ചൈനയാണ്. ഡോളറിന് പകരം ചൈനയിലെ യുവാനിൽ ബ്രിക്സിലുള്ള രാജ്യങ്ങൾ കച്ചവടം നടത്തിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് തടയാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. അമേരിക്കയിലേക്കുള്ള നമ്മുടെ കയറ്റുമതി 20%. അത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ GDP-യിൽ 0.2% കുറവ് വരുന്നത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് നികത്താനായിട്ട് സാധിക്കും. ട്രംപിനും അതറിയാം. പക്ഷേ നമ്മുടെ ഈ വളർച്ചയിലേക്ക് ഫ്യുവല് പകരാനായിട്ട് അവർക്ക് സാധിക്കില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ വളർച്ച വൈകിപ്പിക്കുക എന്നുള്ള വ്യക്തമായ അജണ്ടയോടുകൂടിയാണ് ട്രംപ് ഈ കളിയൊക്കെ കളിക്കുന്നത്. നമ്മളെക്കാൾ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന, അതായത് റഷ്യയിൽ നിന്ന്, അതാണല്ലോ ഇപ്പോഴത്തെ കാരണം. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. അല്ലെങ്കിൽ നമ്മുടെ താരിഫ് ഉയർത്താനുള്ള കാരണം എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൽ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ചൈനയോട് വളരെ മൃദുവായ സമീപനമാണ് അമേരിക്ക ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. കാരണം എന്താണെന്നറിയോ? ഇന്ത്യയും ചൈനയും തമ്മിൽ തെറ്റിക്കുക. ചൈനയെ തകർക്കാനായിട്ട് അമേരിക്ക പഠിച്ച പണി പതിനെട്ട് നോക്കി. ഇപ്പോൾ പോലും ചൈന അമേരിക്കയുടെ ശത്രുവാണ്. എന്നാൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉടലെടുക്കുന്നുണ്ട്. പക്ഷേ ചൈനയ്ക്ക് അത് കൃത്യമായിട്ട് അറിയാം. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളാത്ത കുറുക്കനാണ് എന്ന് നമ്മളെക്കാൾ മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, നമ്മളിപ്പോഴാണ് അത് മനസ്സിലാക്കിയത്. പക്ഷേ നമ്മളെക്കാൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ള രാജ്യം ചൈനയാണ്. അതുകൊണ്ട് അമേരിക്കയുടെ വലയിൽ ചൈന വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഡോളറൈസേഷൻ സംഭവിക്കുകയാണെങ്കിൽ ചൈനയിലെ യുവാനാണ് അടുത്ത കറൻസി ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതൽ. ചൈന വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാനായിട്ട് അണിയറയിൽ ഇൻഡയറക്റ്റായിട്ട് പരിശ്രമിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മുകളിൽ ചൈന പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ചൈനയെ പിണക്കാൻ നോക്കി, ചൈന അടുക്കുന്നില്ല. താരിഫ് ഉയർത്തി നമ്മൾ കണ്ടല്ലോ, 200% അല്ലേ, 150 60 അത്രയും ശതമാനം താരിഫ് ചൈനയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം അതിൽ ചൈന വീണില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ചൈനയുമായിട്ടുള്ള മൃദു സമീപനം. അതുപോലെ തന്നെ റെയർ എർത്ത് മൂലകങ്ങൾ അമേരിക്കയിലേക്ക് ആവശ്യവുമുണ്ട്. അത് ചൈനയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടുകൂടിയാണ് ചൈനയോട് ഇപ്പോൾ കാണിക്കുന്ന മൃദു സമീപനം. ഭാവിയിൽ ഇന്ത്യയോടും ഇത് കാണിക്കാതെ അമേരിക്കയ്ക്ക് ഒരു തരവുമില്ല. മാക്സിമം ഭീഷണിപ്പെടുത്തി നോക്കുകയാണ്. ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ട്രംപ് 4 പ്രാവശ്യം മോദിയെ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. ഇനി ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് റഷ്യയുമായിട്ട് കൂട്ടുപിടിച്ചിട്ട് പുടിനും ട്രംപും തമ്മിൽ ഒരു സന്ദർശനം നടത്തിയല്ലോ. അതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണും. പുടിൻ വളരെ ആഹ്ലാദവതനായിരുന്നു, ഹാപ്പി ആയിരുന്നു. ട്രംപിന് ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ ഒരു അവസ്ഥയായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അമേരിക്ക പുടിനെ ക്ഷണിച്ചപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്ന ലാഘവത്തോടു കൂടിയാണ് പുടിൻ പോയതും പെരുമാറിയതും. അതുപോലെ തന്നെ അമേരിക്കയിൽ വെച്ച് പുടിൻ ചെയ്തിട്ടുള്ള നമ്പർ 1 നമ്പർ 2 ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്രീസ് കേസിലാക്കി റഷ്യയിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളും നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. ശരിക്കും അമേരിക്കയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് പുടിൻ അങ്ങോട്ട് പോയത്. അതിൽ അമേരിക്കയ്ക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല. ഇന്ത്യ എണ്ണയുടെ ഇറക്കുമതി, റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി കൂട്ടി. ഈ യുദ്ധത്തിലുണ്ടായ ഏറ്റവും വലിയ ഡ്രോൺ വർഷം റഷ്യയിൽ നിന്ന് യുക്രൈനിലേക്ക് ഉണ്ടായത് ഈ സന്ദർശനത്തിന് ശേഷമാണ്. ട്രംപിന് മനസ്സിലായി റഷ്യയെ ട്രംപിൻ്റെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന്. അടുത്ത ചൈനയെ വരുതി കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയാണ്. ഇന്ത്യയോട് ഭീഷണിയുടെ സ്വരമായിരുന്നു. ഓർക്കുക, ഈ സ്വരം
ചൈനയോടും റഷ്യയോടും ട്രംപിനുണ്ടായിരുന്നു. റഷ്യ യുദ്ധം നിർത്തിയില്ലെങ്കിൽ ആണവായുധം പ്രയോഗിക്കുന്ന രീതിയിലേക്ക് വരെ ട്രംപ് മാറിയത് ഓർക്കുമല്ലോ. 2 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ റഷ്യയുടെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന ആ വാർത്തകളൊക്കെ നിങ്ങൾ വായിച്ചു കാണും. പേടിപ്പിക്കാനാണ്. ആരെ? റഷ്യയോ? പിന്നെ ചൈനയെ. താരിഫ് വളരെയധികം ഉയർത്തിയിട്ട് ചൈനയെ പേടിപ്പിക്കാൻ നോക്കി, നടന്നില്ല. അടുത്തത് ഇന്ത്യയാണ്. ബ്രസീലിനെ നോക്കണ്ട, ചെറിയ രാജ്യമാണല്ലോ, പുള്ളിക്ക് നമുക്കുമാണ് ഏറ്റവും കൂടുതൽ താരിഫ് ഉള്ളത് ഇപ്പോൾ. എന്തായാലും ഇന്ത്യ ഇപ്പോൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുന്നില്ല എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. കുറച്ചും കൂടെ പേടിപ്പിക്കും. അതിനുശേഷം ഒരു സൗഹൃദ രീതിയിലേക്ക് തിരിയാനാണ് സാധ്യത, അല്ലാതെ വേറെ മാർഗമില്ല. എന്തായാലും അതങ്ങനെ നടക്കട്ടെ. ഇവരുടെ ഒരു കെണിയിലും ഇന്ത്യ വീഴാൻ പോകുന്നില്ല, റഷ്യയും വീഴാൻ പോകുന്നില്ല. ചൈന വീഴുമോ ഇല്ലോ എന്നറിയില്ല. പക്ഷേ ചൈന അസാമാന്യമായിട്ടുള്ള ഒരു ബുദ്ധിശക്തിയുള്ള ജനതയാണ്. അത് അവരുടെ ഗ്രോത്ത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ചൈനയുടെ ഒരു മനോഭാവം പണ്ട് തൊട്ടേ ശത്രുക്കളോട് ഒരു സൗഹൃദ മനോഭാവമാണ് സൂക്ഷിക്കുന്നത്. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഇന്ത്യ ആയിട്ടും അമേരിക്കയൊക്കെ ആയിട്ട് ഒരു സൗഹൃദ മനോഭാവം സൂക്ഷിക്കുകയും, എന്നാൽ ഇവരുടെ ഒന്നും ഒരു പ്രഷറിനും ചൈന വീഴുകയുമില്ല. എന്തായാലും ഇന്ത്യ വീഴില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഭാവി. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ രീതിയിൽ താഴേക്കൊന്നും പോയിട്ടില്ലെങ്കിലും അല്ലേ, ഈ കഴിഞ്ഞ ദിവസം ഒരു കറക്ഷൻ ഉണ്ടായി. ഉറപ്പായിട്ടും നമുക്കറിയാം, എക്സ്പോർട്ട് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ GDP കുറയും. അത് 0.2% മാത്രമാണ് കുറയുക. ഇപ്പോൾ അമേരിക്കയിലുള്ള എക്സ്പോർട്ടാണല്ലോ പ്രശ്നം. അത് കുറയുമ്പോൾ ഉറപ്പായിട്ടും അത് സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കും. രാജ്യത്തിൻ്റെ വളർച്ചയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വളർച്ചയിലൂടെ നമ്മൾ കാണുന്നത്. ഈ ഒരു സിറ്റുവേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ വ്യക്തമായിട്ട് പ്ലേ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ 5 മുതൽ 6% വരെ ഉള്ള ജനങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സ്റ്റോക്കുകളിലും മറ്റുമൊക്കെ ആയിട്ട്. മാക്സിമം പോയാൽ അത് 6% ഉള്ളൂ. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 3% ആളുകൾ മാത്രമാണ്. വളരെ വലിയൊരു ഇൻട്രസ്റ്റ് ഇവിടെ തുറന്നു കിടക്കുകയാണ്. ഫോറിനേഴ്സും FIIസും DIസും തമ്മിലുള്ള കളി, അവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. FIIസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിറ്റുകൊണ്ടിരിക്കുന്നു, അതിന് തുല്യമായിട്ടുള്ള വാങ്ങൽ DIS നടത്തുന്നു. DIസിന് നടത്താതിരിക്കാൻ പറ്റില്ല. മണി അതുപോലെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യ ഒരു എമർജിങ് മാർക്കറ്റാണ്. നാളെ ചൈനയ്ക്കൊപ്പമോ അമേരിക്കയൊപ്പമോ നിൽക്കേണ്ട രാജ്യമാണ് ഇന്ത്യ. അതിന് കാരണം നമ്മുടെ പോപ്പുലേഷൻ തന്നെയാണ്, അതിലുള്ള യുവാക്കളുടെ പേഴ്സൻറ്റേജ്. ഈ 2 രാജ്യങ്ങളിലും അതില്ല. ഈ 2 രാജ്യങ്ങളെ കഴിഞ്ഞും വളരെ ശക്തമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച, അതിനെ തടയിടാൻ ചൈന ഒന്നും ശ്രമിക്കുന്നില്ല, അമേരിക്കയാണ് ശ്രമിക്കുന്നത്. അവർക്കത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അവരുടെ കറൻസിക്ക് ഡോളറൈസേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ബ്രിക്സിൻ്റെ കൂട്ടായ്മയാണ്. ആദ്യം 4 രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നറിയാലോ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ ആൻഡ് ചൈന, ഇതാണ് ബ്രിക്സ്. ഇപ്പോൾ ആ കൂട്ടായ്മയിൽ 11 രാജ്യങ്ങളുണ്ട്. 7 രാജ്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ കൂടി. ഇതിൻ്റെ നേതാവാകാൻ പോകുന്നത് മിക്കവാറും ഇന്ത്യ ആയിരിക്കും, അല്ലെങ്കിൽ ചൈന ആയിരിക്കും. റഷ്യക്ക് ഇതിൽ താല്പര്യമില്ല, അവർ പുറകിൽ നിന്ന് കളിക്കുകയുള്ളൂ. വളരെ ശക്തമായിട്ടുള്ള രാജ്യമാണ് റഷ്യ. റഷ്യക്ക് വളരെ താല്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അതുപോലെ ചൈനയായിട്ടും സൗഹൃദമാണ്, ഒരു പ്രശ്നവുമില്ല. സോ ഇന്ത്യ മുകളിലേക്ക് കയറി വരാനും ഇതിൻ്റെയൊക്കെ നേതാവാകാനും സാധ്യതയുള്ളതുകൊണ്ടാണ് ഇന്ത്യയോട് മാത്രമല്ല 3 എണ്ണത്തിനോടും അമേരിക്ക കലിപ്പുണ്ട്. അവരൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയെ പിടിക്കുന്നു എന്ന് മാത്രം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ജേണി കഴിഞ്ഞു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വളർച്ച കഴിഞ്ഞു എന്നാണോ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇത് വളരെ ചെറിയ ചെറിയ ഇൻസിഡൻറ്റ് മാത്രമാണ്. ഇതിൻ്റെ പ്രത്യാഘാതം കുറച്ച് നാൾ നിലനിൽക്കും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ അത് ഒരുപാട് നാൾ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം കുറച്ചും കൂടെ കറക്ഷൻസ് പോയേക്കാം. ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് നമുക്ക് മനസ്സിലാവും അത്, അതോ ഇതോടെ നിന്നോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഈ കറക്ഷൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോവില്ലേ? അങ്ങനെ പോകുമ്പോൾ ഒരു പക്ഷേ ഈ ലോ നമ്മളിനി ഒരിക്കലും കാണാൻ പോകുന്നില്ല എന്ന് വരും. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കറക്ഷനിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിലേക്കല്ല, ഇപ്പോൾ ഒരു സൈഡ് വൈസ് ആണ്. മിക്കവാറും അത് ഉടനെ തന്നെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ ഒരു കളി നടക്കുന്നുണ്ട്. ഒരു സാധനത്തിൻ്റെ വില ഉയരണമെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടിയേ പറ്റൂ അല്ലേ? സപ്ലൈ കുറയണം, ഡിമാൻഡ് കൂടണം. ഈ കൊറോണ കഴിഞ്ഞിട്ടുള്ള റാലിയിൽ, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റാലിയിൽ ഒരുപാട് റീറ്റെയിലേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, കുറേ പേരെ.
ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിമാൻഡ് കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ത്യൻ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ടാണ് GSTയുടെ പരിഷ്കാരം ഗവൺമെൻറ് കൊണ്ടുവന്നത്. അമേരിക്കയിലുള്ള എക്സ്പോർട്ട് കുറയുമ്പോൾ നമ്മുടെ GDP കുറയുമല്ലോ. ഇതിനെ ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഇപ്പോൾ കേന്ദ്രത്തിലെ ഉന്നതതല യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് GSTയിലുള്ള ആ വെട്ടിക്കുറയ്ക്കലുകളും കാര്യങ്ങളും നടത്തിയത്. അത് നമ്മുടെ മാർക്കറ്റിന് വളരെ പോസിറ്റീവാണ്. അമേരിക്കയുടെ ഭീഷണി കൊണ്ട് തീരുന്ന ഒരു ജനസംഖ്യയല്ല ഇന്ത്യയിലുള്ളത്. ചെറിയ രീതിയിലും കുറച്ച് നാളത്തേക്കും ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് സത്യമാണ്. എന്നാൽ ജീവിതകാലം മൊത്തം ഇങ്ങനെ വളരുന്ന ഒരു രാജ്യത്തെ തടഞ്ഞു നിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കണക്ക് പറഞ്ഞു 3% ആളുകൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ മാക്സിമം 5 to 6% മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ അത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഇനിയും വരാനുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ. ആ കണക്ക് അവർ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ നോക്കും ഫോറിനേഴ്സ് വിറ്റ് മാറുന്നു. അവരൊരു സ്ഥലത്ത് വന്നിട്ട് മണി പമ്പ് ചെയ്തിട്ട് വീണ്ടും എൻ്റർ ചെയ്യും. ഒരു മോശം മാർക്കറ്റിലാണെങ്കിൽ ഇതുപോലെ ഫോറിനേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുമോ? ഓർക്കുക, നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് FIs ആണ്. അവരതിൻ്റെ ഇടയ്ക്ക് പല ഡ്രാമകളും കാണിക്കും, ആളുകളെ പാനിക്കാക്കാൻ വേണ്ടിയിട്ട്. ആളുകൾ ഇതിൽ നിന്ന് വിറ്റ് മാറണം. അങ്ങനെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻസ് കുറയ്ക്കണം. ഇൻസ്റ്റിറ്റ്യൂഷനെ കുറയ്ക്കാൻ സാധിക്കില്ല. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലേഴ്സിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ, അത് കുറയണം. അപ്പോഴാണ് ഒരു മാർക്കറ്റിന് ഫാസ്റ്റായിട്ട് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് പോകുമ്പോൾ അവിടെ വന്നിട്ട് ആളുകൾ സെല്ല് ചെയ്യും. അതായത് താഴെ ലെവലിൽ മേടിച്ചവർ സെല്ല് ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ സെല്ല് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. കുറേയൊക്കെ ചെയ്യും, പക്ഷേ അവർ വലിയ റിട്ടേൺസ് ആണ് മാർക്കറ്റിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഈ വലിയ റിട്ടേൺ എടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സെല്ലിങ് വരുമ്പോഴത്തേനും അവിടെ മാർക്കറ്റ് നിൽക്കും, ഇച്ചിരി താഴേക്ക് പോകും. ഇങ്ങനെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ മാക്സിമം റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കുറയ്ക്കുക, അതായത് സപ്ലൈ കുറയ്ക്കുക, ഡിമാൻഡ് കൂട്ടുക. ഈ ട്രിക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുന്നത് മൊത്തം നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇത് കഴിഞ്ഞു എന്നുള്ളത്. ഇതിൻ്റെ ജേണി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ഇനി എത്രയോ മുകളിലേക്ക് പോകാനിരിക്കുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ദൈവം സഹായിച്ച് ആണവായുധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ആയുധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മിസൈലുകളുടെ കാര്യത്തിലാണെങ്കിലും ജനസംഖ്യയുടെ കാര്യത്തിലാണെങ്കിലും ഇനി രാജ്യത്തിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വാരിക്കോരി ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ വളർച്ച തടഞ്ഞു വെക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതിനെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ഭാവി എന്താവും? അതുകൊണ്ടാണ് അവർ പ്രോത്സാഹിപ്പിക്കാത്തത്. അവർ നമ്മളെ പേടിപ്പിച്ച് നോക്കുന്നത്. രക്ഷയില്ലാന്ന് കാണുമ്പോൾ അവർ വേറെ എന്തെങ്കിലും വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. പിന്നെ സൗഹൃദത്തിൻ്റെ ഭാഷ മാത്രമേ ഉള്ളൂ. കാരണം ഈ വളർച്ചയുടെ കൂടെ കൂടുക, അത്രയേ ഉള്ളൂ അവർക്ക് ചെയ്യാനുള്ളൂ. പിന്നെ അവർക്ക് കൂടുതൽ നന്നാണെങ്കിൽ അവർ തന്നെ കൂടുതൽ കാര്യങ്ങൾ അവരുടെ രാജ്യത്ത് ചെയ്യട്ടെ. അല്ലാതെ നമ്മുടെ വളർച്ചയെ തടയാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതുപോലെ നമ്മുടെ ചാനലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ബ്രോക്കിംഗ് ഫേംസാണ് ഏഞ്ചൽ വൺ, അപ്സ്റ്റോക്സ്, ഇന്ത്യ ബുൾസ്. മ്യൂച്വൽ ഫണ്ട് ഫേമാണ് അസറ്റ് പ്ലസ്. ഉടനെ തന്നെ പ്രിഡൻറ്റ് കൂടി നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. ഇവിടെയൊക്കെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കുന്നവർ നിങ്ങളുടെ ഇമെയിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ആക്റ്റീവായിട്ടുള്ള ട്രേഡേഴ്സ് വാട്സപ്പും ചെക്ക് ചെയ്യണം. ഏഞ്ചൽ വണ്ണിൻ്റെ റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് അവിടെയൊക്കെ ലഭിക്കുന്നതാണ്. വളരെ കുറഞ്ഞ ബ്രോക്കറേജിൽ ട്രേഡ് ചെയ്യാനായിട്ടാണ് ഇന്ത്യ ബുൾസ് ഉപയോഗിക്കുന്നത്. 11 രൂപയാണ് ബ്രോക്കറേജ് ഫീ. പെർ എക്സിക്യൂട്ടഡ് ഓർഡറിനാണ് കേട്ടോ ഈ 11 രൂപ. ഇനി മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്കിപ്പോൾ അസറ്റ് പ്ലസ് എടുക്കാം. ഉടനെ തന്നെ പ്രിഡൻറ്റ് വരുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചിടത്തോളം അസറ്റ് പ്ലസ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ്. അവിടെ മറ്റ് ചാർജുകൾ AMCയോ ബ്രോക്കറേജ് ചാർജോ അങ്ങനത്തെ ചാർജുകളൊന്നുമില്ല. അക്കൗണ്ട് എടുത്ത എല്ലാവരും എന്നെ വാട്സപ്പിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതൊരു അവസരമാണോ അതോ കെണിയാണോ, എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? കമൻറ്റ് ചെയ്യുക. പലർക്കും പല അഭിപ്രായങ്ങളാണ്. എല്ലാവരുടെ അഭിപ്രായം മാനിക്കുന്നു. ഞാൻ പഠിച്ചിടത്തോളം ഈ ഒരു താരിഫ് ഹൈക്കുകൊണ്ട് നമ്മുടെ എക്കണോമിക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ പറഞ്ഞതുപോലെ വളർച്ച കുറച്ച് വൈകും, അത് മാത്രമേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ ഓവർകം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് വലിയൊരു റാലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിലവിലുള്ള വീക്ക് പ്ലെയേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കി, അതായത് മാർക്കറ്റ് കുറച്ച് സൈഡ് വേസ് കളിച്ചാൽ മതി, അവർ പുറത്തായിക്കോളും. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള 22,000 ഒന്നും ഇനി കാണാൻ സാധ്യതയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടിയാൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ ഞാനീ പറഞ്ഞതുപോലെ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ലോകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണാൻ പോകുന്നില്ല.
അതാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രത്യേകത. ഈ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു, കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ വീക്ക് പ്ലെയേഴ്സ് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നു, പിന്നെ അവിടെ അവർ ക്യാഷുമായിട്ടിരിക്കുന്നു. മാർക്കറ്റ് അവിടെ നിന്നൊരു ചെറിയ കറക്ഷൻ വരുന്നു. അപ്പോൾ അവർ വിചാരിക്കും, ഞാൻ വിറ്റ് മാറിയത് നന്നായി, അങ്ങനെ അവർ വിചാരിക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ചു കയറുന്നു. ഇവർ വെയിറ്റ് ചെയ്യും പണ്ട് ഇവർ വിറ്റ ലെവലിലേക്ക് മാർക്കറ്റ് എത്താൻ. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിയോ, ഒരിക്കൽ പോലും അങ്ങനെ എത്തിയിട്ടില്ല. വളരെ അപൂർവമായിട്ട് ആ ഒരു ഹെവി പ്രഷർ, സെല്ലിംഗ് പ്രഷർ വന്ന കൊറോണയുടെ ടൈമിലും പിന്നെ 2008 ആ ക്രാഷിൻ്റെ ടൈമിലുമാണ് അങ്ങനെ മാർക്കറ്റ് പോയിരിക്കുന്നത്. പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്ത് പോന്നു. അപ്പോൾ സാധാരണഗതിയിൽ ആളുകൾ ഇപ്പോൾ ഒരു 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു, അത് ഒരു 150 ആയപ്പോൾ വിറ്റു എന്ന് വിചാരിച്ചോളൂ. മാർക്കറ്റ് അവിടെ നിന്ന് ഒരു 125 താഴേക്ക് പോയി. എന്താ മനസ്സിൽ വിചാരിക്കുക, ഞാനിത് 100 രൂപയ്ക്കാണ് പണ്ട് മേടിച്ചത്, അതുകൊണ്ട് ഇത് 100 രൂപ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതിക്കൊണ്ടിരിക്കും. ഈ 125 രൂപയിൽ നിന്ന് വീണ്ടും അത് 150 പോകും. അപ്പോൾ അവർക്ക് റിഗ്രറ്റ് ആവും, ഇനി 125 വന്നാൽ മേടിക്കാം എന്ന് അവർ മനസ്സിൽ കണക്ക് കൂട്ടും. അവിടെ നിന്ന് മാർക്കറ്റ് 175 200 പോകും. പിന്നെ ഈ പറയുന്ന 100 രൂപയും 125 രൂപയും നമ്മൾ ഒരിക്കലും കാണില്ല. ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് വളരെ നല്ല അവസരമാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ക്ഷമ വളരെ അത്യാവശ്യമാണ്. മുകളിലേക്ക് കയറുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എപ്പോൾ കയറുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് കയറാതെ മറ്റു മാർഗ്ഗങ്ങൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനില്ല. പിന്നെ റീറ്റെയിലേഴ്സിനെ പാനിക്കാക്കാനായിട്ട് ഈ കയറൽ കുറച്ച് വൈകിയേക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഗ്രോത്ത് കുറച്ച് വൈകിക്കാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ കയറൽ കുറച്ച് വൈകിയേക്കാം. ഇത് വളരെ നല്ല അവസരമായിട്ട് കണക്കാക്കി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും മീഡിയയും ഫോറിനേഴ്സും ഒക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. കാരണം മാക്സിമം ആൾക്കാരെ ഇതിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആക്കണം, അവർക്ക് കയറണം. അങ്ങനെ അവർ കയറി കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോൾ വിൽപ്പന കുറയും. നമ്മളൊക്കെ കയറിയാലല്ല കുറച്ച് മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ നമ്മളതിലില്ലെങ്കിൽ വിൽക്കാൻ നമ്മളില്ലല്ലോ. അപ്പോൾ ആ വിൽപ്പന കുറയും, അവർക്ക് വലിയ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് നെഗറ്റീവ് ന്യൂസ് വരും, മാർക്കറ്റിനെ ഇടിക്കും, മനഃപൂർവ്വം ഇടിക്കും. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കും, സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്യിക്കും. ഇവിടെയൊക്കെ ക്ഷമയോടുകൂടി പേഷ്യൻ്റായിട്ട് ഇരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഭാവിയിൽ വളരെ നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അങ്ങനെ ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നതെന്നും വ്യൂസ് എന്തൊക്കെയാണെന്നും അറിയാൻ വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.